ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടൻ രീതിയിലുള്ള ഒരു മീൻ വരട്ടിയതാണ്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇതുപോലെ ഇത് മാങ്ങ ചേർത്തിട്ടാണ് കേട്ടോ ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ആർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മീനിൻ്റെ വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 2 വലിയ അയില കേട്ടോ. അപ്പോൾ അതിനെ ഇങ്ങനെ 3 പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 1/4 ഇഞ്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിനെ ഇങ്ങനെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 8 ചെറിയ ഉള്ളി ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള മാങ്ങ കേട്ടോ. അത് ഇതുപോലെ ഇങ്ങനെ നീളത്തിലാണ് കട്ട് ചെയ്തെടുത്തത്. തൊലിയോട് കൂടിയാട്ടോ ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. നമുക്ക് മീനിന് എത്ര പുളി വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം കേട്ടോ മാങ്ങയുടെ കഷ്ണങ്ങൾ എടുക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പില, പിന്നെ ബാക്കി വേണ്ടത് പിന്നെ പൊടികളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാം. മീൻ വരട്ടിയതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മീൻ വെച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ നോക്കൂ കേട്ടോ. എന്നാലേ നമുക്കൊരു നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. പിന്നെ കൂടാതെ മീനിൽ നമ്മൾ പുളിയൊക്കെ ചേർത്തുണ്ടാക്കുന്നതല്ലേ. അലുമിനിയം പാത്രത്തിലോ ഇരുമ്പിൻ്റെ പാത്രത്തിലൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അത് മീനിലേക്ക് ഇറങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ചട്ടി തന്നെ ഉപയോഗിക്കണം. ഇനി നമുക്ക് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അത് പുകയൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ നല്ല വെളിച്ചെണ്ണയാട്ടോ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം. നമ്മൾ ഒഴിച്ചിരിക്കുന്ന എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ. ഉലുവ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞേക്കണ ചേർക്കാം. ചെറിയ ഉള്ളി, ഇനി ഇതൊന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ മീൻകറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് അയില മാത്രമല്ല ഏത് മീനും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ ചെറിയുള്ളിയും ഒന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. മൂത്തതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് പൊടികളാണ് ചേർക്കാൻ പോകുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇനി ഇതൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിക്കാം. മൂത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. എണ്ണയൊക്കെ നല്ല തിളച്ച് കിടക്കുമല്ലായിരുന്നോ. അപ്പോൾ നമ്മൾ ആ പൊടികളൊക്കെ ഇടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് മൂത്ത് വരും കേട്ടോ. കരിഞ്ഞു പോകാതെ വേണം ഈ എണ്ണയിലേക്ക് ഈ പൊടികളൊക്കെ ഇടാനായിട്ട്. ഇനി അങ്ങനെ പൊടികൾ നേരിട്ട് എണ്ണയിലേക്ക് ഇടാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ അളവിലുള്ള പൊടികളെല്ലാം കൂടെ ഒരു പാത്രത്തിലെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാലും മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ ചേർക്കാം. മീനിന് ആവശ്യമുള്ള ഉപ്പ്, കറിവേപ്പില. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് കുറച്ച് സമയം അവിടെ അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. നമുക്ക് ഈ മാങ്ങയൊന്നും ഇതിനകത്ത് കിടന്നിട്ട് ഒന്ന് വേകട്ടെ കേട്ടോ. ഇതിനിത് തിളച്ച് വരുമ്പോഴത്തേക്ക് ഈ മാങ്ങയൊന്ന് വേകും കേട്ടോ. എന്നുവെച്ചാൽ മാങ്ങ ഞാൻ അധികം കനത്തിലല്ല കേട്ടോ മുറിച്ചേക്കണത്, നീളം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ കിടന്നിട്ടൊന്ന് തിളക്കട്ടെ. അതിലൊഴിച്ചേക്കണ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ചതിന് ശേഷം സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചോളൂ കേട്ടോ. ഇനി ചെറിയ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് തിളക്കട്ടെ കേട്ടോ. ഇതൊന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 2-3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ മാങ്ങ വെന്തിട്ടുമുണ്ട് കേട്ടോ. മാങ്ങ പെട്ടെന്ന് തന്നെ വേകും കേട്ടോ. ഈ എടുത്ത് വെച്ചിരിക്കുന്ന മീനിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് എന്നിട്ട് ഒന്ന് ഇതിൻ്റെ പുറത്തോട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. എന്താ വെച്ചാൽ ഈ മീനിൻ്റെ അകത്തുനിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ നമുക്കിത് ഗ്രേവിയുടെ ആവശ്യമില്ലല്ലോ. ഇതിങ്ങനെ കുറച്ചിങ്ങനെ പെരണ്ടിരിക്കുന്ന ഒരു പരുവത്തിലാട്ടോ നമ്മളിത് ഉണ്ടാക്കുന്നത്. ഇച്ചിരി സമയം ഒന്ന് അടച്ചു വെക്കാം. തുറന്നതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇളക്കല്ല, തിരിച്ചിട്ട് കൊടുക്കാം. ഇളക്കി കഴിഞ്ഞാൽ മീനങ്ങ് ഉടഞ്ഞു പോകും. തിരിച്ചൊക്കെ ഇടുമ്പോൾ സാവധാനം തിരിച്ചിടുക, അല്ലെങ്കിൽ ഇത് ഉടഞ്ഞു പോകും കേട്ടോ. വീണ്ടും ഒന്ന് അടച്ചു വെക്കുക.
ഇപ്പോൾ ഇച്ചിരി സമയം ആയിട്ടുണ്ട്, നമുക്ക് തുറന്ന് നോക്കാവേ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ അകത്തുനിന്ന് മീനിൻ്റെ അകത്തുനിന്നൊക്കെ വെള്ളം ഇറങ്ങുമെന്നുള്ളത്. ആ മീനൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മറിച്ചിടാം. മറിച്ചിടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ച് മറിച്ചിടുക, അല്ലെങ്കിൽ ഇതിപ്പോൾ വെന്തു അതിന് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോകും നമ്മളിട്ട് കുത്തി മറിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പതുക്കെ അങ്ങോട്ട് മറിച്ചിടുക. 2 മിനിറ്റും കൂടെ തുറന്ന് വെച്ചിട്ട് ഒന്ന് വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ കറിക്ക് ചെറിയൊരു ഗ്രേവി, നമ്മൾ ചിക്കനൊക്കെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ടാവുള്ളൂ ഈ മീൻ വരട്ടിയതിന് കേട്ടോ. ഇപ്പോൾ ഇതിൽ ഞാൻ മാങ്ങ ഇട്ടിട്ടാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. മാങ്ങയ്ക്ക് പകരം കുടംപുളി ഇട്ടിട്ടോ വാളംപുളി ചേർത്തിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ഏകദേശം ഇപ്പോൾ 2 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മീൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റവെല്ലാം ഓഫാക്കിയിട്ടിരിക്കുകയാണ്. ആ ചട്ടിയുടെ ചൂടിലാണ് അത് കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരത്തോളം അങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതുപോലെ നല്ല കുറുകിയ ചാറോട് കൂടി നമ്മൾ ചിക്കൻ കറിയൊക്കെ വരട്ടിയെടുക്കുന്ന പോലെ തന്നെയാണ് കണ്ടോ ഈ മീൻ വരട്ടിയതും ആക്കി എടുത്തേക്കുന്നത്. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയും പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.